കുവൈറ്റിൽ അനധികൃതമായി മദ്യം നിർമ്മിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നത് ശിക്ഷാർഹമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം വിഷമദ്യ ദുരന്തത്തിൽ 13 പ്രവാസി തൊഴിലാളികളാണ് മരിച്ചത്. ഇത് സംബന്ധിച്ച് കുവൈറ്റ് അധികൃതർ അന്വേഷണം തുടങ്ങി. മരിച്ചവരിൽ 10 വിദേശികളുണ്ടെന്നാണ് റിപ്പോർട്ട്. 6 മലയാളികൾ മരിച്ചതായാണ് അനൌദ്യോഗികമായ വിവരം. മരിച്ചവരിൽ 2 പേർ ആന്ധ്ര, തമിഴ്നാട് സ്വദേശികളും ഒരാൾ ഉത്തർപ്രദേശ് സ്വദേശിയുമാണെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. എന്നാൽ ഇവരുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ചില മരണങ്ങളും റിപ്പോർട്ട് ചെയ്തതായി ഇന്ത്യൻ എംബസി സ്ഥിരീകരിക്കുമ്പോഴും എണ്ണമടക്കമുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. ചിലർ ഗുരുതരാവസ്ഥയിലാണെന്നും മറ്റു ചിലർ സുഖം പ്രാപിച്ചു വരുന്നതായും ഇന്ത്യൻ എംബസി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇതുവരെയായി 13 പേർ മരിച്ചതായാണ് അനൌദ്യോഗിക വിവരം. ചികിത്സയിലുള്ളവരിൽ കൂടുതൽ പേരും മലയാളികളാണെന്നും സൂചനയുണ്ട്. മൊത്തം 63 പേരാണ് ചികിത്സയിലുള്ളത്. ഇവരെല്ലാം ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. 31 പേർ വെന്റിലേറ്ററിലും 51 പേർക്ക് അടിയന്തര ഡയാലിസിസ് പൂർത്തിയാക്കിയതായും അനൌദ്യോഗിക റിപ്പോർട്ടിലുണ്ട്. ഇതിൽ 21 പേരിൽ അന്ധതയോ കാഴ്ചക്കുറവോ ബാധിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. 2 മാസത്തിനിടെ ഇത് 2ാം തവണയാണ് വിഷമദ്യം കഴിച്ച് പ്രവാസികൾ മരണമടയുന്നത്. അനധികൃതമായി മദ്യം കഴിച്ചതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് കുവൈത്തിൽ വിവിധ ഭാഗങ്ങളിലായി 15ഓളം പ്രവാസി തൊഴിലാളികളെ ഗുരുതരാവസ്ഥയിൽ അദാൻ, ഫർവാനി എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത്. അഹമ്മദി ഗവർണറേറ്റിൽ താമസിക്കുന്നവരാണ് മരിച്ചവരെന്നാണ് സൂചന. അതേസമയം മരിച്ചവരിൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളെങ്കിലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ലഭ്യമല്ല. വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവർ ഏതു രാജ്യക്കാരാണെന്നോ എത്ര പേരാണ് മരിച്ചതെന്നോ സംബന്ധിച്ച് കുവൈറ്റ് അധികൃതർ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല. പ്രാഥമിക മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം വിഷമദ്യമാണ് മരണകാരണം. വിഷമദ്യത്തിന്റെ ഉറവിടത്തെക്കുറിച്ചും വിൽപ്പന സംബന്ധിച്ചുമെല്ലാം അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മദ്യ നിരോധനം പ്രാബല്യത്തിലുള്ളതിനാൽ അനധികൃതമായി നിർമ്മിക്കുന്ന മദ്യം കുവൈത്തിൽ പലയിടങ്ങളിലും ലഭ്യമാണെന്നതാണ് വീണ്ടും ഒരു ദുരന്തത്തിന് ഇടയാക്കിയത്. അനധികൃത മദ്യ വിൽപ്പനയ്ക്കെതിരെ പരിശോധനയും നടപടികളും കടുത്തതാണെങ്കിലും രഹസ്യമായുള്ള മദ്യവിൽപ്പന മിക്ക പ്രവിശ്യകളിലും സജീവമാണെന്നാണ് വിവരം. വാരാന്ത്യങ്ങൾ ആഘോഷമാക്കുവാനാണ് മിക്കവരും അനധികൃത മദ്യവിൽപ്പനയുടെ ഇരകളാകുന്നത്. ഇക്കഴിഞ്ഞ മെയിലും വിഷമദ്യം കഴിച്ച നേപ്പാൾ സ്വദേശികളായ 2 പ്രവാസി തൊഴിലാളികളാണ് മരണമടഞ്ഞത്. കെയ്ദാനിലെ കെട്ടിടത്തിന്റെ മുകളിലായിരുന്നു ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫോറൻസിക് പരിശോധനയിലാണ് ഇരുവരും കഴിച്ച മദ്യത്തിൽ വിഷാംശമുണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരിച്ചത്. പ്രാദേശികമായി നിർമ്മിച്ച മദ്യമായിരുന്നു ഇരുവരും കഴിച്ചതെന്നും അധികൃതർ അന്ന് സ്ഥിരീകരിച്ചിരുന്നു. അനധികൃതമായി നിർമ്മിക്കുന്ന മദ്യം കഴിക്കരുതെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം സാമൂഹിക മാധ്യമങ്ങൾ ഉൾപ്പെടെ സമഗ്രമായ ബോധവൽക്കരണവും മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും ഇവയെല്ലാം അവഗണിച്ചാണ് പലരും ദുരന്തങ്ങളിലേക്ക് എത്തുന്നത്. ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ കൊണ്ട് അനധികൃതമായി നിർമ്മിച്ച മദ്യം കഴിക്കുന്നത് ശരീരത്തിലെ സുപ്രധാന അവയവങ്ങൾ തകരാറിലാക്കുമെന്ന് ആരോഗ്യ വിദഗ്ധരും സർക്കാരും ആവർത്തിച്ചു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ശ്വസന തടസ്സം, ഹൃദയമിടിപ്പ്, ശരീര താപനില എന്നിവയും പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക മാത്രമല്ല കോമ അല്ലെങ്കിൽ ജീവൻ വരെ നഷ്ടമാകുമെന്ന് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. കുവൈറ്റിലെ നിയമപ്രകാരം 21 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇസ്ലാം ഇതര മതസ്ഥർക്ക് മാത്രമാണ് മദ്യപിക്കുവാൻ അനുമതി. എന്നാൽ ഇതിന് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള പെർമിറ്റ് നിർബന്ധമാണ്. അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മദ്യം വാങ്ങുന്നതിനുള്ള പെർമിറ്റാണിത്. പെർമിറ്റ് ഉണ്ടെങ്കിലും പൊതുസ്ഥലങ്ങളിൽ ഇരുന്ന് മദ്യപിക്കുന്നതോ മദ്യം വിൽക്കുന്നതോ വാങ്ങുന്നതോ കുറ്റകരമാണ്. പെർമിറ്റ് ഉള്ളവർക്ക് വീടിനുള്ളിൽ ഇരുന്ന് മദ്യപിക്കാം. എന്നാൽ വീട്ടിൽ വിൽപ്പനയോ വാങ്ങലോ പാടില്ല. രാജ്യത്തേക്ക് എത്തുന്ന സന്ദർശകരായാലും പൊതുസ്ഥലങ്ങളിൽ മദ്യപാനം പാടില്ല. സ്വകാര്യ ആവശ്യത്തിനാണെങ്കിലും പൊതുസ്ഥലങ്ങളിൽ മദ്യം കൈവശം വച്ചാൽ 100 ദിനാർ വരെ പിഴ ചുമത്തും. അനുമതിയില്ലാതെ മദ്യം ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും കുറ്റകരമാണ്. മദ്യപാനം സംബന്ധിച്ച വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്ക് 500 കുവൈറ്റ് ദിനാർ മുതൽ 10 ലക്ഷം ദിനാർ വരെ പിഴ ഈടാക്കാറുണ്ട്. കുറ്റത്തിന്റെ ഗൗരവം അനുസരിച്ച് 6 മാസം മുതൽ 5 വർഷം വരെ തടവും ലഭിക്കും.